അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ. ഇതൊന്നും ആലോചിക്കാതെ ചാടി കണ്ട് എൻ്റെ വീട് സോളാറാണ്, എനിക്ക് വലിയ യാത്രാ ചിലവില്ല, ഞാൻ EV എടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചാടിക്കയറി EV എടുത്തിട്ട് പിന്നീട് പശ്ചാത്തപിക്കേണ്ട സിറ്റുവേഷൻ വരരുത്. അപ്പോൾ ഒരു വണ്ടിയുടെ കേസിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞ EVയുടെ ഡിസഡ്വാൻറ്റേജസ് മനസ്സിലാക്കിയിട്ട് ആ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഗോ വിത്ത് EVs, അല്ലെങ്കിൽ സ്റ്റിക്ക് വിത്ത് ICs ഓർ ഹൈബ്രിഡ്സ്. EVയിൽ അങ്ങനെയല്ല. EVയിൽ നമുക്ക് ആ ഇൻസ്റ്റൻറ്റേനിയസ് ടോർക്ക് വരുന്ന കാരണം പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ സോളാറാണ്, ഈ പറഞ്ഞ 7000 എന്ന് പറയുന്ന ബില്ല് ഇപ്പോൾ എനിക്ക് മാറിയിട്ട് വരുന്നത് 260 രൂപയാണ്. എന്നിരുന്നാലും ഫ്യൂച്ചർ എന്ന് പറയുന്നത് EVs തന്നെയാണ്, അതിലൊരു സംശയമില്ല. കാരണം ഇനിയിപ്പോൾ ഓരോ ബാറ്ററി ടെക്നോളജികൾ മാറി മാറി വരും. കുറേ നാളുകൂടെ ഹൈബ്രിഡ്സ് ഉണ്ടാവും, ICE അധിക കാലമൊന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഡീസലൊക്കെ താമസിയാതെ പൂട്ടിക്കെട്ടും എന്ന് വെച്ച് ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ വണ്ടി കൊണ്ടെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊന്നും ഒരു സംശയം നോക്കില്ല. പക്ഷേ ജനറലി വരുന്ന കാര്യങ്ങൾ ഈ ബഗ് അല്ലെങ്കിൽ ചാർജിങ് റിലേറ്റഡ് ഇഷ്യൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ EVയുടെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ പറയണതിൽ നിങ്ങൾ നോക്കിയേ വേണ്ട. EV വാങ്ങുകയാണെങ്കിൽ ലോങ് ടേം യൂസ് ചെയ്യാനാണെങ്കിൽ നോക്കിയാൽ മതി. അപ്പോൾ വണ്ടികളായിക്കഴിഞ്ഞാൽ അത് ICE ആയാലും EV ഒക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും EVകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ICE ഫാർ മോർ റിലയബിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്നല്ല, ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അപ്പോൾ EV എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു ഫ്രീഡമാണ്. അൺലെസ് യു ആർ ഗോയിങ് ഓൺ ലോങ് ട്രിപ്സ്, ഭയങ്കര ലോങ് ട്രിപ്പൊക്കെ പോകുന്നവരാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും. പുതിയൊരു വാഹനം എടുക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുള്ളൊരു സംശയമാണ്, EV എടുക്കണോ അതോ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എടുക്കണോ, ഇതും അല്ലെങ്കിൽ ഹൈബ്രിഡ് എടുക്കണോ എന്നുള്ളത്. ഇതുപോലെ തന്നെ ഇലക്ട്രിക് 2 വീലർ ആണെങ്കിലും ഇലക്ട്രിക് 4 വീലർ ആണെങ്കിലും ഒരുപാട് പേര് എന്നെ ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലാതെയൊക്കെ വിളിക്കാറുണ്ട്, ചേട്ടാ വിൻസർ എടുക്കണോ അതോ ഞാൻ ടാറ്റ എടുക്കണോ, എയ്തറോ ഓലയോ എടുക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇവരോടെല്ലാവരോടും ഞാൻ നിങ്ങൾ ഇലക്ട്രിക് തന്നെ എടുക്കണം എന്ന് പറയാറില്ല. കാരണം ഇലക്ട്രിക് വാഹനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അതിൻ്റേതായ കുറേ നല്ല കാര്യങ്ങളും കുറേ പോരായ്മകളുണ്ട്. അതുപോലെ തന്നെ ICE വാഹനങ്ങൾക്കുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വൈസായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇലക്ട്രിക് തന്നെ വേണമെന്ന് നിർബന്ധമാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു തീരുമാനം എടുക്കുക എന്നാണ് പറയാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കണോ അതോ ICE വാഹനങ്ങൾ എടുക്കണോ, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ, അതിൽ എന്തൊക്കെയാണ് റിസ്ക്കുകൾ കാര്യങ്ങളുള്ളത്, ICE വാഹനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ പോരായ്മകളും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഇതൊരു വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ഇനി ഒരു വാഹനം എടുക്കാനിരിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ സ്കിപ്പ് ചെയ്യാതെ കഴിയുമെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ EVs റിലേറ്റഡ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഞാനൊരു EV കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. അതുപോലെ തന്നെ MG വിൻസറിൻ്റെ കേരളത്തിലെ ഓണേഴ്സിൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ അഡ്മിനാണ്. ഫ്യൂച്ചർ ഈസ് ഇലക്ട്രിക് എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും അഡ്മിനാണ്. സോ നമ്മളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയതുകൊണ്ടും കഴിഞ്ഞ 3 വർഷം എയ്തർ യൂസ് ചെയ്തൊരു വ്യക്തി, ഇപ്പോൾ 6 മാസത്തോളമായിട്ട് വിൻസർ യൂസ് ചെയ്യുന്നൊരു വ്യക്തി, EVകൾ പലതും ഓടിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ വരുന്ന ഭൂരിഭാഗം ആളുകളും വരുന്നത് ഏതെങ്കിലും ഒരു EV കണ്ടുവെച്ചുകൊണ്ട് ചേട്ടാ ഈ EV എടുക്കട്ടെ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും ആദ്യം വരാം. എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കാറുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് EV വേണമെന്നും നിർബന്ധമാണോ? അപ്പോൾ അവർ ചോദിക്കും അതെന്ത് പറ്റി ചേട്ടാ അങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് EV വേണം എന്നാണ്, കാരണം എനിക്ക് ഇത്ര കിലോമീറ്റർ ഓട്ടം ഉണ്ട്, അപ്പോൾ എനിക്ക് ഇത്ര രൂപയുടെ പെട്രോൾ ഡീസൽ ചിലവ് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് EV തന്നെ വേണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് EVയിലുള്ള നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഞാൻ 6 മാസത്തോളമായിട്ട് വിൻസർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 100-400 മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ കുറച്ച് പേരൊക്കെ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് ബ്രാൻഡുകളുടെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരും കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊന്ന് ക്യുമുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ EVയുടെയോ ICയുടെയോ ഭാഗം ചേർന്നുകൊണ്ടായിരിക്കില്ല ഇതിനകത്ത് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. EV വേഴ്സസ് ICE കുറേ നാളുകളായിട്ടുള്ളൊരു ഫാൻ ഫൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ആണ് നല്ലതെന്ന് കുറേ പേര്. ഇതൊന്നുമല്ല നമുക്ക് ഈ പറയുന്ന പോലെ IC വാഹനങ്ങൾ, അതായത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങളാണ് നല്ലതെന്ന് കുറേ പേര്. എൻ്റെ അടുത്തും പലരും ഇതുപോലെ ചോദിക്കാറുണ്ട്. എൻ്റെ ഗ്രൂപ്പിലും ചിലർ ഈ പറയുന്ന പോലെ EV ഈസ് ദ ബെസ്റ്റ്, EV ഈസ് ദ ബെസ്റ്റ് എന്ന് പറയാറുണ്ടായിരുന്നു. ഈ അടുത്തൊരു പുള്ളി ഈ പറയുന്ന പോലെ ഗ്രൂപ്പിൽ വന്നിട്ട് EV ഈസ് ദ ബെസ്റ്റ്, EV ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പറയുന്ന പോലെ EVക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ICക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല പുള്ളീനെ. ഞാൻ ടു ബി ഓണസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പുറത്താക്കി. കാരണം റിയാലിസ്റ്റിക് ആയിട്ടുള്ളവരെ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ EV ആണോ ബെസ്റ്റ് അല്ലെങ്കിൽ IC ആണോ ബെസ്റ്റ് എന്നുള്ളത് വാങ്ങിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ യൂസ് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ വാങ്ങാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾക്ക് എത്ര ഓട്ടം ഉണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടിൽ സോളാർ ഉണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കിതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലത് EV ആണോ IC ആണോ ഹൈബ്രിഡ് ആണോ എന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ EVസിൻ്റെ പോസിറ്റീവ് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും അത് ICയുടെ നെഗറ്റീവ് ആയിരിക്കും. EVയുടെ നെഗറ്റീവ് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും അത് ICയുടെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അവർക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ വീഡിയോനെ 1-2 സെക്ഷൻസ് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് സെക്ഷനിൽ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് വൈ EV ഈസ് ബെറ്റർ ദാൻ IC, അല്ലെങ്കിൽ ഏത് കേസിലാണ് അല്ലെങ്കിൽ ഏത് യൂസർക്കാണ് EV ICനേക്കാളും ബെറ്ററായിട്ട് വരുന്നത് എന്നുള്ളൊരു കേസ്. സോ ഒരു ഇലക്ട്രിക് വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത് പലതുണ്ട് എങ്കിൽ പോലും 99% ആളുകൾ ഒരു ഇലക്ട്രിക് വാഹനം എടുക്കുന്നത് ഫ്യൂവൽ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇല്ല എന്നോ ആരും പറയണ്ട, ഞാൻ സമ്മതിക്കില്ല. മേ ബി ഒരാളെ എനിക്കറിയാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൺസെപ്റ്റിൽ വണ്ടി എടുത്തേക്കുന്ന ആൾ. ബാക്കി എല്ലാവരും ഞാനടക്കമുള്ള ഒരു ഫ്യൂവൽ കോസ്റ്റ് സേവിങ് കണ്ടിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ EVയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യാത്രാ ചെലവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം എസ്പെഷ്യലി നമ്മളിപ്പോൾ ഞാൻ തന്നെ എക്സാമ്പിൾ പറയാം. ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ആദ്യം 2 മാസം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് വന്ന ബില്ല് ഏകദേശം 7000 രൂപയാണ്. അതായത് 1000 ആയിരുന്ന ബില്ല് 7000 ആയി. 2 മാസം കൊണ്ട് 6000 രൂപ കൂടി. 6000 രൂപയ്ക്ക് ഞാൻ ഏകദേശം 4000 കിലോമീറ്റർ ഓടി. സോ ലിറ്ററലി എനിക്ക് 1 കിലോമീറ്ററിന് 1.5 രൂപ. അപ്പോൾ നമ്മളൊരു ആക്റ്റീവ് എടുത്താൽ പോലും നമുക്ക് 1 കിലോമീറ്റർ ഓടാൻ ഹൈവേയിലാണെങ്കിൽ പോലും നമുക്ക് കുറഞ്ഞത് 2 രൂപയുടെ ചിലവ് വരുമ്പോഴാണ് 1.5 രൂപയ്ക്ക് നമ്മൾ EV വിൻസർ കൊണ്ടു നടക്കുന്നത്. അത് കടയിൽ പോകാനാണെങ്കിലും കമ്പനിയിൽ പോകാനാണെങ്കിലും ദൂരെ പോകാനാണെങ്കിലും ഞാനിപ്പോൾ വിൻസറിലാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി നിങ്ങൾക്ക് സോളാർ ഉണ്ട് എങ്കിൽ ഒട്ടുമിക്ക കേസുകളിലും നിങ്ങൾക്ക് നല്ലത് EV തന്നെ ആയിരിക്കാനാണ് സാധ്യത ഇൻ ടേംസ് ഓഫ് റണ്ണിങ് കോസ്റ്റ്. ഇപ്പം ഞാൻ സോളാറാണ്, ഈ പറഞ്ഞ 7000 എന്ന് പറയുന്ന ബില്ല് ഇപ്പോൾ എനിക്ക് മാറിയിട്ട് വരുന്നത് 260 രൂപയാണ്. 260 രൂപയ്ക്ക് ഞാൻ ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 2000 കിലോമീറ്റർ ഓടുന്നുണ്ട് വണ്ടി മാത്രം. പിന്നെ വീട്ടിലെ ഗ്യാസ് യൂസേജ് കുറഞ്ഞിട്ടുണ്ട്, ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, AC ഇടുന്നുണ്ട്. സോളാറിൻ്റെ അഡ്വാൻറ്റേജസിലേക്കൊക്കെ പിന്നെ വരാം. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും ഈ വാഹനങ്ങൾ എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റ്. അതായത് ഞാൻ പറയുന്നത് വലിയ പാർട്സ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളല്ല. ചില ബ്രാൻഡുകൾക്ക് ഈ പാർട്സൊക്കെ വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ജനറലി സർവീസ് ആൻഡ് മെയിൻ്റനൻസ് IC വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു 60% അല്ലെങ്കിൽ ഒരു 80% ഒക്കെയാണ് വരുന്നത്. നമുക്ക് ഒരുപാട് റീപ്ലേസ്മെൻറ്റുകൾ കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ വരുന്നില്ല. നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ OBD പോർട്ടിൽ അവർ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഡയഗ്നോസ്റ്റിക്സ് റൺ ചെയ്യും, ബാറ്ററിക്കൊക്കെ ഹെൽത്ത് അവർ ചെക്ക് ചെയ്യും. നമ്മുടെ AC ഫിൽറ്റർ മാറ്റണമെങ്കിൽ അവരത് മാറ്റും, ട്രാക്ഷൻ ഓയിൽ മാറ്റാനുണ്ടെങ്കിൽ അത് മാറ്റും, ബ്രേക്ക് പാഡൊക്കെ ക്ലീൻ ചെയ്യുക, ഇതൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ കമ്പയർഡ് ടു IC നമുക്ക് ഈ പറയുന്ന പോലെ ഓയിൽ ചേഞ്ച് ഇല്ല, ഓയിൽ ഫിൽറ്റർ മാറ്റേണ്ടതില്ല, അങ്ങനെ ഒരുപാട് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി പീരിയോഡിക് സർവീസ് റേറ്റ് കുറവാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, എൻ്റെ വിൻസർ ആദ്യത്തെ സർവീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. രണ്ടാമത്തെ സർവീസിന് എനിക്ക് വീൽ അലൈൻമെൻറ്റ് ബാലൻസിങ് ആൻഡ് റൊട്ടേഷൻ ഞാൻ സെപ്പറേറ്റ് ചെയ്യിച്ചതാണ്. അതല്ലാതെ 1000 രൂപയാണ് വന്നത്. വാഷിങ് കിട്ടിയില്ല, വാഷിങ് അവർ തന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതും ഫ്രീ ആണ്. ഇനി ജനറലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ വീൽ അലൈൻമെൻറ്റ് ബാലൻസിങ് റൊട്ടേഷൻ എല്ലാം ഇൻക്ലൂഡിങ് ഒരു 2500 to 5000. അത് ഓരോ ആദ്യത്തെ 3 സർവീസ് തന്നെ, പിന്നെ എല്ലാം 15000 കിലോമീറ്ററിലാണ്. അപ്പോൾ ഒരു 15000 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ട്
മാക്സിമം 5000 രൂപ സർവീസിന് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരാൻ സാധ്യതയില്ല. 2800 3000 ഒക്കെയാണ് പൊതുവെ വരാറ്. 5000 വന്നാലും നമുക്ക് 1 കിലോമീറ്ററിന് 0.3 പൈസയാണ് നമുക്കവിടെ ചിലവ് വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ ഇതൊന്നും അല്ല ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. ആളുകൾ കൺസിഡർ ചെയ്യുന്നത് റണ്ണിങ് കോസ്റ്റാണ്. പിന്നെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ഈ IC വാഹനങ്ങളിൽ വില കുറഞ്ഞ വണ്ടികളിൽ വരുന്ന പോലെ തട്ടിക്കൂട്ട് AMT, അതായത് മാനുവലിന് എടുത്തിട്ട് ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന സാധനമല്ല. ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ലാഗ് ഉള്ളതും കയറ്റമൊന്നും പ്രോപ്പർ അത് അങ്ങനത്തെ അല്ല. പ്രോപ്പർ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു സാധനം ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ബാറ്ററി, ഒരു മോട്ടർ, ഒരു കൺട്രോളർ. ബാറ്ററിയിൽ നിന്ന് നേരെ പവർ എടുക്കുന്നു, കൺട്രോളർ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നു, വണ്ടി പോകുന്നു. അപ്പോൾ നല്ല കിടിലൻ ടോർക്ക് നമുക്ക് ഈ വാഹനങ്ങളിൽ കിട്ടും. ഇനീഷ്യൽ ആക്സിലറേഷൻ കിടിലുമാണ്. നമ്മൾ മറ്റ് IC വാഹനങ്ങൾ വെച്ച് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എല്ലാത്തിനും ഓവർടേക്ക് ചെയ്ത് പോകാം. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഓവർടേക്ക് ചെയ്തിരിക്കുക, അതിൽ ഒരു ഡൗട്ടില്ല. ഞാൻ പണ്ട് ഹോണ്ട ജാസ് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മളിതുപോലെ ഓവർടേക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും മിക്കപ്പോഴും ഒരു 50-50 കേസ് ആയിരിക്കും. ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ പറ്റില്ല എന്നുള്ളത്. പക്ഷേ EVയിൽ അങ്ങനെയല്ല. EVയിൽ നമുക്ക് ആ ഇൻസ്റ്റൻറ്റേനിയസ് ടോർക്ക് വരുന്ന കാരണം പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ്, സൗണ്ട് കാര്യങ്ങളില്ല. അത് ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. വളവുകൾ തിരിവുകളിലൊക്കെ വണ്ടി വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ വളരെ പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ളൊരു രീതിയാണ്. കാരണം സൗണ്ട് മാത്രമല്ല, NVH ലെവൽസ് തന്നെ, അതായത് നോയ്സ്, വൈബ്രേഷൻ, ഹാർമോണിക്സ്, അതായത് വൈബ്രേഷൻ കാര്യങ്ങൾ, സൗണ്ടൊന്നും ഇല്ലാത്ത കാരണം നമുക്കൊരു, എനിക്ക് പേഴ്സണലി ഒരു പീസ് ഓഫ് മൈൻഡ് തോന്നുകയാണ്. നമ്മളൊരു ഒഴുകിപ്പോകുന്ന ഒരു ഫീല് കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനങ്ങൾ കിട്ടുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലിനെസ് തന്നെയാണ്. ശരിയാണ്, ഇവിടെ ഒരുപാട് ഡിബേറ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ ഒരുപാട് കൽക്കരി കത്തിപ്പോകുന്നു, പിന്നെ വണ്ടി യൂസ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൽക്കരി കത്തിപ്പോകുന്നു എന്നൊക്കെ ഒരുപാട് ആളുകൾ ആർഗ്യൂ ചെയ്യുന്നു ഉണ്ടെങ്കിലും അത് ഒരു പരിധി വരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ഫാനും ഈ വർക്ക് ചെയ്യുന്ന ലൈറ്റും എല്ലാം ഈ പറയുന്ന പോലെ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വണ്ടിയുടെ ലൈഫ് ടൈം, അതായത് ഈ വണ്ടി റോട്ടിൽ ഇറങ്ങി ഓടിത്തുടങ്ങി ഇത് സ്ക്രാപ്പ് ചെയ്യുന്നത് വരെ നമ്മുടെ എമിഷൻ എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഒരു പെട്രോൾ വാഹനത്തിലോ ഡീസൽ വാഹനത്തിലോ നിന്ന് വരുന്ന പോലെ പുകയോ ചൂടോ കാർബൺ ഡൈ ഓക്സൈഡോ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല. 0 എമിഷനാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഇലക്ട്രിക് അതുപോലെ തന്നെ ഹൈബ്രിഡ് വാഹനങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു EVയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ആളുകൾ പറയുന്നത്. കാരണം പറയുന്ന പോലെ ലോ റണ്ണിങ് കോസ്റ്റ്, ലോ മെയിൻ്റനൻസ്, നോ വൈബ്രേഷൻ, നോ നോയ്സ്, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ടോർക്ക്. പിന്നെ ബോൺ EV പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമുക്ക് മറ്റു വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സ്പേസ് കിട്ടും. നമുക്ക് ഫ്രണ്ടിൽ ചിലപ്പോൾ ഫ്രങ്ക് കിട്ടും. ചിലപ്പോൾ നമുക്ക് ചില വണ്ടികളിൽ പറയുന്ന പോലെ ഫ്രണ്ടിലെ കോ പാസഞ്ചർ ഡ്രൈവറുടെ ഇടയിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും, ബാക്കിൽ സ്പേസ് ഉണ്ടാവും, സ്റ്റോറേജ് സ്പേസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് EVയിൽ ഈ കേസിൽ നമുക്ക് വരുന്നുണ്ട്. പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് റണ്ണിങ് കോസ്റ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ സോളാറും ആക്കിയതിന് ശേഷം എനിക്ക് എവിടെ പോകാനാണെങ്കിലും യാതൊരു ചിലവില്ല, ഭയങ്കര പീസ് ഓഫ് മൈൻഡാണ്. എൻ്റെ ഹോണ്ട ജാസിൽ പണ്ട് ഞാൻ ഇതുപോലെ സിഗ്നലൊക്കെ എത്തി ബ്ലോക്കിൽ കിടക്കുന്ന ടൈമിൽ ചിലപ്പോൾ എഞ്ചിൻ ഓഫാക്കി ആ ചൂടത്ത് കിടക്കും. അല്ലെങ്കിൽ നമ്മൾ AC കുറച്ചിട്ട് AC ഓഫ് ആക്കുമെങ്കിൽ എൻ്റെ വിൻസറിൽ ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നാലും വണ്ടി ഓഫ് ചെയ്യുകയോ നമ്മൾ AC ഓഫ് ആക്കേണ്ട ആവശ്യമോ നമുക്ക് വരുന്നില്ല. കാരണം AC ഒക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കറണ്ട് കാര്യങ്ങളൊന്നും ഡ്രോ ചെയ്യുന്നില്ല. അപ്പോൾ EV എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു ഫ്രീഡമാണ്. അൺലെസ് യു ആർ ഗോയിങ് ഓൺ ലോങ് ട്രിപ്സ്, ഭയങ്കര ലോങ് ട്രിപ്പൊക്കെ പോകുന്നവരാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും, അതിലേക്ക് നമുക്ക് വരണം. ഇപ്പം നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രീഡം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് അൺടിൽ എന്തെങ്കിലും ഒരു മേജർ ഇഷ്യൂ വരുന്നത് വരെ. നാളെ ഒരു ബാറ്ററി ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായം മാറുമെങ്കിൽ പോലും സോ ഫാർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഏതർ ഞാൻ കംപ്ലീറ്റ്ലി വിൻസർ വെച്ച് റീപ്ലേസ് ചെയ്തു. 6 മാസം ആവാറായപ്പോൾ നമ്മൾ ഏകദേശം 12,700 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതുവരെ റോട്ടിൽ കിടക്കേണ്ടി ഒന്നും വന്നിട്ടില്ല, വലിയ ചിലവ് കാര്യങ്ങളൊന്നുമില്ല. കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജാസ് 7 കൊല്ലം കൊണ്ട് ആകെ ഓടിയത് 35,000 കിലോമീറ്ററാണ്. അതേസമയം എൻ്റെ വിൻസർ 6 മാസം കൊണ്ട് 12,700 കിലോമീറ്റർ കവർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു EVയുടെ അഡ്വാൻറ്റേജുകൾ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, EVയുടെ അഡ്വാൻറ്റേജ് ആണ് IC വാഹനങ്ങളിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഡീസൽ വാഹനമൊക്കെ എടുത്താൽ കുറച്ചുകൂടെ നമുക്ക് മൈലേജ് കിട്ടും. പെട്രോൾ വാഹനം ആകുമ്പോൾ ഇപ്പോൾ മാരുതിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ്, ഹൈവേയിലൊക്കെ നമുക്കൊരു 10-20 ചിലപ്പോൾ അതിന് മേലേക്കൊക്കെ പല വണ്ടികൾക്ക് മൈലേജ് കിട്ടുമെങ്കിൽ പോലും സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്കൊരു പെട്രോൾ വാഹനമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 10. നല്ല ഈ ഫോക്സ് വാഗൺ ടൈഗണും സ്കോഡയൊക്കെ പോലെ 5 സ്റ്റാർ റേറ്റിങ്ങും നല്ല ബിൽഡും സാധനങ്ങളും വെയിറ്റൊക്കെ ഉള്ള വണ്ടികൾക്ക് ഒരു 9
10 കിട്ടുള്ളൂ. മാരുതിയുടെയൊക്കെ വണ്ടികൾക്ക് 12, 13 മേ ബി സിറ്റിയിൽ കിട്ടും. എന്നിരുന്നാൽ പോലും ഒരു പെട്രോൾ വാഹനം എടുത്തു കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന് നമുക്ക് ഒരു ഹൈവേയിൽ നമ്മൾ പോകുമ്പോൾ 20 മൈലേജ് കിട്ടി എന്ന് തന്നെ കൂട്ടുക. അപ്പോഴും 5 രൂപയാണ് 1 കിലോമീറ്ററിന് വരാം. സിറ്റിയിലായി എല്ലാവരും ഹൈവേയിലല്ല ഓടിക്കുക, സിറ്റിയിലാണ് നമ്മൾ ഓടിക്കുന്നത്. നമുക്കൊരു 8, 9, 10, ചിലപ്പോൾ വളരെ മോശമായിട്ട് ഓടിക്കുന്ന അല്ലെങ്കിൽ വളരെ മോശം കണ്ടീഷൻസ് ആണെങ്കിൽ അതിലും മൈലേജ് കുറവായിരിക്കും. അപ്പോൾ 1 കിലോമീറ്ററിന് ട്രാവലിംഗ് കോസ്റ്റ് കൂടുതലാണ്. മേ ബി നമ്മൾ റഫ്ലി ഒരു 10 രൂപ എന്നുള്ള രീതിയിലൊക്കെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാറ്. ഇനി ഡീസലാണെങ്കിൽ ചിലപ്പോൾ ഏകദേശം ഈ മൈലേജ് കിട്ടുമ്പോൾ 1 കിലോമീറ്ററിന് 5 രൂപ, 6 രൂപ ആ ഒരു റേറ്റിലായിരിക്കും വരാം. അവിടെയാണ് ഹൈബ്രിഡിൻ്റെ ഒരു ഗുണം വരുന്നത്. ഹൈബ്രിഡ് വരുമ്പോൾ നമുക്കൊരു കുഞ്ഞ് ബാറ്ററി ഉണ്ടാവും, ബാക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓടുന്നതിനിടയിൽ ഈ കുഞ്ഞ് ബാറ്ററി ചാർജ് ആവും, കുറച്ച് ദൂരം നമുക്ക് അതിൽ EV മോഡിൽ ഓടിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ്, കുറച്ച് കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. അതേസമയം പിന്നീട് നമുക്ക് പവർ വേണ്ടപ്പോൾ എഞ്ചിനിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നമുക്ക് മൈലേജ് കിട്ടും. അപ്പോൾ മേ ബി നമുക്കൊരു ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാറ അല്ലെങ്കിൽ ഹൈ റൈഡറൊക്കെ അവർ പറയുന്നത് ഏകദേശം 23, 25, ഹോണ്ട സിറ്റി ഒക്കെ പറയുന്നത് ആ ഒരു മൈലേജാണ്. അപ്പോൾ മേ ബി 1 കിലോമീറ്ററിനൊരു 4.5, 5 രൂപ എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കും വരാം. ഈ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ EVs പബ്ലിക് ഫാസ്റ്റ് ചാർജിങ്ങിൽ ചാർജ് ചെയ്യണതിൻ്റെ ഏകദേശം അടുത്തൊക്കെ തന്നെ വരുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ ഹോം ചാർജിങ് ആണ് പൊതുവേ EVസിൽ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത്. അതുകൊണ്ട് അതാണ് IC വാഹനങ്ങൾക്ക് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റണ്ണിങ് കോസ്റ്റാണ്. പിന്നെ നമുക്ക് വരുന്നത് മെയിൻ്റനൻസ് കോസ്റ്റാണ്. ഇപ്പോൾ പല ബ്രാൻഡുകളും ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. വണ്ടി വാങ്ങുമ്പോൾ തന്നെ നമ്മളൊരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ പറയുന്ന പോലെ നമുക്ക് എൻജിൻ ഓയിൽ മാറ്റണം, എൻജിൻ ഫിൽറ്റർ മാറ്റണം, ഓയിൽ ഫിൽറ്റർ, AC ഫിൽറ്റർ, അങ്ങനെ ഒരുപാട് പണികൾ ഉണ്ട്. അതൊക്കെ നമുക്ക് വരും IC വാഹനങ്ങളാകുമ്പോഴത്തേക്കും. അപ്പോൾ അത്യാവശ്യം പഴകി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് റേഞ്ചും കുറഞ്ഞു വരും, റേഞ്ചല്ല മൈലേജും കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമുക്ക് പണിയും കൂടി തന്നെ വരുള്ളൂ. അതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഗവൺമെൻറ്റിൻ്റെ ഒരു സെൻസിൽ വരുന്നത് ഫോസിൽ ഫ്യൂൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കത്തിത്തീരുമ്പോൾ ഉണ്ടാവുന്ന എമിഷനും പൊല്യൂഷൻ കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറില്ല. നമ്മൾ എല്ലാവരും പൊതുവെ മൈലേജും ഓടിക്കാനുള്ള കംഫർട്ട് ഫീച്ചറുകളൊക്കെ കൺസിഡർ ചെയ്യണം. എന്നാലും IC വാഹനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം പൊള്യൂട്ടിംഗ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. നല്ല ചൂട് ആയിരിക്കും വണ്ടി പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ ഒരു ഫാക്ടറാണ് എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്ക് നോയ്സ്, വൈബ്രേഷൻസ്, മൂവിങ് പാർട്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയർ ആൻഡ് ടയർ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. പിന്നെ നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്, അത് എൻജോയ് ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് EVസിൻ്റെ അഡ്വാൻറ്റേജും അതേസമയം ഈക്വൽ ടു IC വാഹനങ്ങളുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എപ്പോഴാണ് IC വാഹനം അല്ലെങ്കിൽ ഹൈബ്രിഡ്സ് EVയേക്കാളും ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് IC ഹൈബ്രിഡ് വാഹനങ്ങളുടെ അഡ്വാൻറ്റേജും EVസിൻ്റെ നെഗറ്റീവ് സൈഡുമാണ്. ഈ പോർഷനാണ് EV പ്ലാൻ ചെയ്യാനിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം വലിയ യാത്രാ ചിലവൊന്നുമില്ല EVയിൽ. എങ്കിൽ പോലും EVയിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് പലരും കാണുന്നത് ഈ പറയുന്ന പോലെ ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ ബാറ്ററി വാറണ്ടി. അതുകൊണ്ട് തന്നെയാണ് EVസിന് റീസെയിൽ വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം തീരില്ലാത്തത്. ഇപ്പോൾ ഒരു IC വാഹനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 100 വർഷത്തിന് മേലെയായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് വളരെ റിലയബിളാണ്. എന്ന് വെച്ചാൽ വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആവില്ല, കംപ്ലയിൻറ്റ് വരില്ല എന്നല്ല. ഇന്നും മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ വരുന്നുണ്ട്, അല്ലാത്ത കംപ്ലയിൻറ്റുകൾ വരുന്നുണ്ട്, വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട്, തീ പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു BMW തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. BMW ബെൻസും ഒക്കെ ടോ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടികളായിക്കഴിഞ്ഞാൽ അത് IC ആയാലും EV ഒക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ കംപ്ലയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും EVകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും IC ഫാർ മോർ റിലയബിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്നല്ല, ദാറ്റ് ഈസ് ദ റിയാലിറ്റി. കാരണം അത് ഇത്രയും വർഷമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന വാഹനങ്ങളാണ്. അപ്പോൾ നമുക്ക് ലോങ് ഒക്കെ പോകാനാണെങ്കിൽ സുഖമായിട്ട് പോവാം. ഒരു പമ്പിലെത്തിയാൽ മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഫുള്ള് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നു, നമ്മൾ യാത്ര തുടരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട അടുത്തൊക്കെ ഒരുവിധം നമുക്ക് എല്ലായിടത്തും പോകാൻ സാധിക്കും. വലിയ ചിലവല്ല, വലിയ സമയ ചിലവില്ല, പക്ഷേ പോക്കറ്റ് നമ്മുടെ കാലിയാവും. അത് ഒരു കാര്യം തന്നെയാണ്. പിന്നെ ICക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ്, എല്ലാ മുക്കിലും എവിടെയെങ്കിലുമൊക്കെ വർക്ക്ഷോപ്പുകളും മെക്കാനിക്കും ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഇപ്പം എൻ്റെ വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ
എവിടെയെങ്കിലും ഒരു മെക്കാനിക്കോ ഒരു വർക്ക്ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ EVസിൻ്റെ കേസിലുള്ള പോലെ നമ്മൾ കാത്തിരുന്ന് റോട്ടിൽ കുത്തിയിരുന്ന് RSA വിളിച്ച് വണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി പിന്നെ അവർ അത് പാർട്സൊക്കെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്ത് ആ ഒരു കാര്യം ICയിൽ വരുന്നില്ല. മുക്കിൽ നമുക്ക് വണ്ടി സർവീസ് ചെയ്യാം. സ്പെയർ പാർട്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. അത്യാവശ്യം നമുക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഫിൽറ്ററുകൾ കാര്യങ്ങൾ ഒക്കെ എൻജിൻ ഓയിലും അതും ഇതും കംപ്ലൈൻറ്റുകളൊക്കെ വന്ന മെക്കാനിക്ക് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നമുക്കൊരു റിലയബിലിറ്റി അതുപോലെ തന്നെ നമുക്കൊരു വിശ്വസിച്ച് വണ്ടി കൊണ്ട് നടക്കാം എന്നുള്ളൊരു ഫാക്ടർ ICE വാഹനങ്ങളിലേക്ക് നമുക്ക് വരുന്നുണ്ട്. അത് തന്നെയാണ് ICയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയുള്ളൂ. വർഷങ്ങളായിട്ട് ഡെവലപ്പായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ വളരെ റിലയബിൾ ആണ് ഒരു 99% കേസിലും വാഹനങ്ങൾ. അതുപോലെ തന്നെ കംപ്ലൈൻറ്റുകളും വരാം എന്നിരുന്നാൽ പോലും നമുക്ക് വിശ്വസിച്ച് ലോങ് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടോ ഇല്ല നമുക്ക് ഈ ICE വാഹനങ്ങൾ. ഹൈബ്രിഡൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന പോലെ കുറേ കൂടെ വില കൂടും, എക്സ്പെൻസീവ് ആയിരിക്കും വാഹനങ്ങൾ. നല്ല സ്ട്രോങ് ഹൈബ്രിഡൊക്കെ വരുമ്പോൾ 20-25 lakhs ഒക്കെ വരും. മറ്റേതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വാഹനങ്ങൾ 10 ലക്ഷത്തിനും 15-നും 18-നും ഒക്കെ കിട്ടും. EVനേക്കാളും വില കുറച്ച് അതിലും കൂടുതൽ ഫീച്ചേഴ്സുള്ള ICE വാഹനങ്ങൾ കിട്ടും. പക്ഷേ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് റിലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ICയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അവിടെയാണ് ഇത് EVയുടെ നെഗറ്റീവായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ EVയിൽ ആളുകളുടെ കൺസേൺ എന്ന് പറയുന്നത് ബാറ്ററി, മറ്റൊന്നെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ലോങ് പോകുമ്പോൾ എന്ത് ചെയ്യും, ചാർജിങ് എന്നൊക്കെ പറയുന്ന അറിയാം. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ EV ആയിട്ട് ലോങ് പോവുക എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും ഒരു റിസ്ക് ഇൻവോൾവ് ആണ്. നിങ്ങൾ 300 കിലോമീറ്ററുള്ള വണ്ടി എടുത്താലും 500 ഉള്ളത് എടുത്താലും 1000 ഉള്ളത് എടുത്തു എന്ന് തന്നെ വിചാരിക്കാം. അത് നമ്മളെത്ര ദൂരം ഓടുന്നു അല്ലെങ്കിൽ നമ്മുടെ യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് റിസ്ക് അതിനകത്തുണ്ട്, എസ്പെഷ്യലി ലോങ് പോകുമ്പോൾ. ഞാൻ കൂടുതലും സിറ്റിയിൽ കിടന്ന് ഓടുന്ന ആളാണ്. ഡെയിലി 50 കിലോമീറ്റേഴ്സൊക്കെ ഇവിടെ ഞാൻ വീട്ടിലാണ് മിക്കപ്പോഴും ചാർജ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് ലോങ് ഒന്നും ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം പോവും, ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോയി വരും ഒരു 250 + 250 കിലോമീറ്റർ. അപ്പോഴും അവിടെ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം പോയാൽ അവിടെ പോകുമ്പോൾ വെച്ചാൽ എനിക്ക് ചാർജ് ചെയ്യാൻ സാധിക്കണം. ആ ചാർജിങ് സ്റ്റേഷനിൽ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ അവിടെ വെച്ച് എൻ്റെ വണ്ടിയിൽ ഒരു ഫോൾട്ട് വന്നാൽ ഞാൻ പെട്ടതാണ്. ആ ഒരു റിസ്ക് എപ്പോഴും EV വാഹനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പെട്രോൾ വാഹനം ബ്രേക്ക് ഡൗൺ ആയാൽ ഇത് ഇഷ്യൂല് ഉണ്ട്. പക്ഷേ പെട്രോൾ വാഹനം നമുക്ക് നന്നാക്കി തരാൻ ആരെങ്കിലും ഒരു വർക്ക്ഷോപ്പും മെക്കാനിക്കും ഒക്കെ ഉണ്ടാവും. EV ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ബ്രാൻഡിന് ആ ജില്ലയിൽ സർവീസ് ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ RSA വിളിച്ച് അവിടെ കാത്തു നിന്ന് ആ വണ്ടി അവർ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ശരിയാക്കിയൊക്കെ കിട്ടുന്നവരെ നമ്മൾ കാത്തു നിൽക്കണം. അപ്പോൾ EVസിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് പോകുമ്പോൾ എന്ന് പറയുന്ന കേസിൽ റിസ്ക് ഇൻവോൾവ് ആണ്. കംപ്ലയിൻറ്റ്സ് മേ ബി വണ്ടി റിലേറ്റഡ് ബഗ്സ് ഒക്കെ വന്നാൽ ചാർജിങ് വർക്കായില്ല എന്ന് പറയാം. ഇപ്പോൾ വിൻസറിൽ ചില ചാർജേഴ്സിന് കമ്പാറ്റബിലിറ്റി ഇഷ്യൂ ബുദ്ധിമുട്ട് പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളും ചിലർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ KSEBയുടെ ഒക്കെ ഒരു ചാർജിങ് സ്റ്റേഷനിൽ പോയാൽ ഒരു കാലത്ത് മിക്കവാറും നമുക്ക് ചാർജ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ EVസിൽ ആ ഒരു കാര്യത്തിൽ വരുന്നുണ്ട്. പിന്നെ ഈ ബാറ്ററി എന്ന് പറയുന്ന കാര്യം സ്വാഭാവികമായിട്ടും നമ്മൾ വണ്ടി യൂസ് ചെയ്ത് വരുമ്പോൾ കാലക്രമേണ പഴകി റേഞ്ച് കുറഞ്ഞ് വരുന്ന ഒരു സാധനമാണ്. അതിപ്പോൾ ICE എടുത്താലും നമ്മുടെ വണ്ടി നമ്മൾ ആദ്യം കിട്ടുന്ന മൈലേജ് ഒന്നും 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഇതും നമുക്കിപ്പോൾ 300 കിട്ടിയാൽ ചിലപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം അതിനൊരു 2% 1% കുറഞ്ഞു എന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് വരും. പിന്നെ ബാറ്ററിക്ക് ഭയങ്കര റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആയതുകൊണ്ടാണ് ആളുകൾ പലരും മടിഞ്ഞ് നിൽക്കുന്നത്. അവിടെയാണ് ഈ EVയുടെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്ന സാധനം ഇടിഞ്ഞു പോകുന്നത്. അവിടെ ICയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നതെന്ന് വെച്ചാൽ റീസെയിൽ വാല്യൂ കമ്പയർഡ് ടു EV നമുക്കിപ്പോൾ കിട്ടുന്ന ബെറ്റർ റീസെയിൽ വാല്യൂ. ഇന്നിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരു വിൻസർ 17-18 ലക്ഷത്തിന് ഒരു പുള്ളി എടുത്തിട്ട് 3000 കിലോമീറ്റർ ആയി കഴിയുമ്പോൾ പുള്ളിക്ക് അത് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അതിന് റീസെയിൽ വാല്യൂ അന്വേഷിച്ചപ്പോൾ മാക്സിമം വന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14, അതിനപ്പുറത്തേക്ക് പോവില്ല. വണ്ടി എടുത്ത് 1.5 മാസമോ 3000 കിലോമീറ്റർ ആയപ്പോൾ തന്നെ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ നഷ്ടം. അപ്പോൾ EVയുടെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ നോക്കിയേ വേണ്ട. EV വാങ്ങുകയാണെങ്കിൽ ലോങ് ടേം യൂസ് ചെയ്യാനാണെങ്കിൽ നോക്കിയാൽ മതി. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ലോങ് പോകുമ്പോഴുള്ള ചാർജിങ് റിലേറ്റഡ് റിസ്ക്, അതുപോലെ തന്നെ നമ്മൾ ബാറ്ററിയുടെ കാര്യവും ഈ പറയുന്ന പോലെ റീസെയിൽ വാല്യൂ. ബാറ്ററി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രാൻഡുകൾ ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി കൊടുക്കുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ബഗ്ഗുകൾ. നമുക്കിത് EVs എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മൂവിങ് പാർട്സ് ഒന്നുമില്ല. മോട്ടർ, കൺട്രോളർ, ബാറ്ററി, പല ബ്രാൻഡുകളുടെയും വാഹനങ്ങളിലെ സോഫ്റ്റ്വെയറുകൾ പ്രോപ്പർലി ഒപ്റ്റിമൈസ്ഡ് അല്ലാത്തതുകൊണ്ട് ബഗ്ഗുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിൻസറിലാണെങ്കിലും നെക്സോണിലൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ബഗ്ഗുകൾ വരുന്നുണ്ട്. അപ്പോൾ
വണ്ടി ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള ബഗ്ഗുകളൊക്കെ വരുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആവാം, അവർക്ക് ദേഷ്യം വരാം, അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജുകൾ ഇ വിയിൽ നമുക്ക് വരുന്നുണ്ട്. അതായത് ലോങ് പോകുമ്പോൾ എപ്പോഴും നമുക്ക് റിസ്ക് കാര്യങ്ങൾ നമുക്ക് അവിടെ കിടക്കുന്നുണ്ട്. ബഗ്ഗുകൾ വരാം. ബഗ്ഗുകൾ വന്നിട്ട് നമുക്ക് മേ ബി വണ്ടിയിൽ എന്തെങ്കിലും എറർ കോഡൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് ചിലപ്പോൾ വർക്കായില്ല എന്നൊക്കെ നമുക്ക് വരാം. റീസെയിൽ വാല്യൂവിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. ബാറ്ററിയുടെ ഹ്യൂജ് ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ഇതൊക്കെയാണ് ഒരു ഇ വിയുടെ നെഗറ്റിവിറ്റി ആയിട്ട് മെയിനായിട്ട് വരുന്നത്. നമ്മൾ ജനറലി ഒരു ഇ വി ഇത്രയും വർഷമായിട്ട് ഇ വി ഫീൽഡിൽ നിന്നിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. IC വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇ വിസിന് റിലയബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്ന് വെച്ച് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ വണ്ടി കൊണ്ടെടുക്കുന്ന ഒരുപാട് പേരുണ്ട്, അതിലൊന്നും ഒരു സംശയവും നോക്കില്ല. പക്ഷേ ജനറലി വരുന്ന കാര്യങ്ങൾ ഈ ബഗ് അല്ലെങ്കിൽ ചാർജിങ് റിലേറ്റഡ് ഇഷ്യൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതാണ് ICയുടെ അഡ്വാൻറ്റേജും ഇ വിസിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും വരുന്നത്. ഇനി ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ടീമാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. നമുക്കൊരു ബാറ്ററി ഉണ്ടാവും, നമുക്ക് എൻജിൻ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്യൂവൽ പഠിക്കാം, ആ ഫ്യൂവൽ വെച്ചിട്ട് വണ്ടി ചാർജ് ആവുകയും ചെയ്യും. ചാർജ് ആവുമ്പോൾ ചില സമയത്ത് നമുക്ക് ബാറ്ററിയിലേക്ക് സ്വിച്ച് ആവും, ചില സമയത്ത് നമുക്ക് പവർ വേണ്ടപ്പോൾ നമ്മുടെ എൻജിനിലേക്ക് സ്വിച്ച് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫ്യൂവൽ എഫിഷ്യൻസി കാര്യങ്ങൾ നമുക്ക് ഹൈബ്രിഡിൽ കിട്ടും. കുറച്ചുകൂടെ ഇപ്പോൾ ഡിമാൻഡ് കൂടിക്കൂടി വരുന്ന ഒരു സാധനമാണ് ഹൈബ്രിഡ്. അതുപോലെ തന്നെ അതിന് അത്യാവശ്യം റീസെയിൽ വാല്യൂം സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം നമുക്ക് അതിൽ ബാറ്ററി അവൈലബിൾ ആണ്, അതുകൊണ്ട് റേഞ്ചും മൈലേജും അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എൻജിനും ഉള്ളത് കാരണം നമുക്ക് വളരെ റിലയബിളായിട്ട് വണ്ടി കൊണ്ടു നടക്കാനും സാധിക്കും. പക്ഷേ അവയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. 22-24 lakhs ഒക്കെയാണ് ഹോണ്ട സിറ്റിയുടെ എന്താ പറയുക ഹൈബ്രിഡ്സ് കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വിറ്റാറയൊക്കെ വരുമ്പോഴും നമുക്ക് വരുന്നത്. പിന്നെ വരുന്നതാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ്. അത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. MGയുടെ ഒരു വാഹനം വരാനുണ്ട്. അതായത് എഞ്ചിനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതേസമയം നമുക്ക് കുത്തിയിട്ട് ചാർജും ചെയ്യാം. അപ്പോൾ നമുക്ക് കുഞ്ഞു ബാറ്ററിക്ക് വരും, വലിയ ബാറ്ററി പാക്ക് വരും. അപ്പോൾ നമുക്ക് വലിയ റേഞ്ച് ആങ്സൈറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതേസമയം നമുക്ക് റിലയബിലിറ്റി കിട്ടും. ഇൻ കേസ് ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഞ്ചിനിൽ ഓടാം എന്നുള്ളൊരു ഇതായിരിക്കണം അതിൽ വരുന്നത്. അപ്പോൾ അതാണ് ഹൈബ്രിഡ്സ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇ വി അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, IC അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. ഇനി നിങ്ങൾ ഏത് വാഹനം എടുക്കണം എന്നുള്ളൊരു കാര്യം. സോ ഞാനിപ്പോൾ ഇ വിയുടെ കുറേ അഡ്വാൻറ്റേജുകൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ലോ റണ്ണിങ് കോസ്റ്റ്, ലോ മെയിൻ്റനൻസ്, പീസ് ഓഫ് മൈൻഡ്, അതുപോലെ തന്നെ ആക്സിലറേഷൻ, നോ വൈബ്രേഷൻ, നോ സൗണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഇത് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ബഗ്സ്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ബഗ് കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്കൊരു കംപ്ലൈൻറ്റ് വരില്ല, പക്ഷേ ബഗ് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. ഇ വിയുടെ റീസെയിൽ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇ വി എടുത്താൽ ഞാൻ ലോങ് ടേം യൂസ് ചെയ്യണം, കൊടുക്കാൻ നിന്നാൽ എനിക്ക് നഷ്ടമായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇപ്പോഴും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. സ്വാഭാവികമായിട്ടും മറ്റ് IC വാഹനങ്ങളെക്കാളും റിലയബിലിറ്റി കുറവാണ്. ഇഷ്യൂസ് പലതും വരുന്നുണ്ട്. നമ്മൾ പ്രൊപ്പോർഷൻ എടുത്ത് നോക്കിയാൽ IC കോടിക്കണക്കിന് വാഹനങ്ങൾ ഇറങ്ങിയപ്പോൾ EV ലക്ഷക്കണക്കിന് വാഹനങ്ങൾ അയക്കുന്ന ഇഷ്യൂ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ EV കാർ സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങുന്നത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. എന്നിരുന്നാലും ഫ്യൂച്ചർ എന്ന് പറയുന്നത് EVs തന്നെയാണ്, അതിലൊരു സംശയമില്ല. കാരണം ഇനിയിപ്പോൾ ഓരോ ബാറ്ററി ടെക്നോളജികൾ മാറി മാറി വരും. കുറേ നാളുകൂടെ ഹൈബ്രിഡ്സ് ഉണ്ടാവും. IC അധിക കാലമൊന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഡീസലൊക്കെ താമസിയാതെ പൂട്ടിക്കെട്ടും. പിന്നെ പെട്രോൾ വാഹനങ്ങളും കുറച്ച് ആളുണ്ടാവും. കൂടുതലും ഹൈബ്രിഡ്സ് ആയിരിക്കും. പക്ഷേ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്. അത് പല രീതിയിലുള്ള, ഇപ്പോൾ ഹൈഡ്രജൻ ഫ്യൂല് പലരും പറയുന്നുണ്ട്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ വെറുതെ എടുത്ത് കത്തിക്കാൻ പറ്റില്ല. ഹൈഡ്രജൻ വെച്ചിട്ട് ബാറ്ററി ചാർജ് ചെയ്ത് അതും ഒരു EV ആയിട്ട് തന്നെയാണ് വരുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് EV ആണ്. ഇനി ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ EVയിൽ നമുക്ക് വില കുറഞ്ഞ റേഞ്ച് കൂടിയ വാഹനങ്ങളൊക്കെ വരാനുണ്ട്. ഇനിയും കാര്യങ്ങൾ ബെറ്ററായി വരാനുണ്ട്. എങ്കിൽ പോലും എനിക്ക് EV എടുക്കാനുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ ഓട്ടമുണ്ട്, ഒരുപാട് പെട്രോൾ ചിലവുണ്ട്. അതേസമയം നിങ്ങൾ EVയുടെ എല്ലാ റിസ്കുകളും മനസ്സിലാക്കി നിങ്ങൾക്കത് ഓക്കെ ആണ്, ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ ധൈര്യമായിട്ട് EV എടുത്തോ. വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റിസ്കുകൾ മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് EV എടുത്തു എന്ന് ഞാൻ പറയും. അതേസമയം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് സംസാരിച്ച 2 ലേഡി സബ്സ്ക്രൈബേഴ്സ്, അതിലൊരാൾ പറഞ്ഞ് 50 വയസ്സിന് മേലെയുണ്ട്, ഒറ്റക്കാണ് യാത്ര. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ EV എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, വിൻസർ നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ഈ എറണാകുളം ടു ട്രിവാൻഡ്രമൊക്കെ യാത്ര ചെയ്യുന്നത്, എനിക്ക് ഒരുപാട് നേരം ഒറ്റയ്ക്ക് നിന്ന് ചാർജ് ചെയ്യാനൊന്നും എനിക്ക് അത് അത്ര കൺവീനിയൻ്റ് അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്.
നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു EV ആണെങ്കിൽ അത് വണ്ടി വാങ്ങി കൊണ്ടു നടക്കണതിനേക്കാളും ബുദ്ധിമുട്ടാണ് ലോങ് പോകുമ്പോൾ അത് ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിൽ ചാർജിങ് സെറ്റപ്പ് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് പവർഫുൾ ചാർജേഴ്സ് ആണെങ്കിൽ 3 ഫേസ് വേണം. ഇനി 3.3യുടെ സ്ലോ ചാർജർ ആണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് ഹൈ ക്വാളിറ്റി വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ ബഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ബോധേഡ് ആണെങ്കിൽ ഡോണ്ട് ഗോ ടു EVs, സ്റ്റിക്ക് ടു മേ ബി ഹൈബ്രിഡ്സ്, ഗ്രാൻഡ് വിറ്റാറയോ ഹൈ റൈഡർ അങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള ഓട്ടം ഒന്നുമില്ല, നിങ്ങൾ വല്ലപ്പോഴൊക്കെ കുറച്ച് ഓടുന്നുള്ളൂ എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ ഒരു പെട്രോൾ വാഹനം തന്നെ, വില കുറഞ്ഞൊരു പെട്രോൾ വാഹനമോ ഒരു 10-ൽ താഴെ വില വരുന്ന ഒരു പെട്രോൾ വാഹനമൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബട്ട് ഇൻ ദ ഫ്യൂച്ചർ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ പോലെ IC വാഹനങ്ങൾ പയ്യെ ഡിമാൻഡ് കുറഞ്ഞു വരുമ്പോൾ അതിനും ഒരു ഡിപ്പ് അല്ലെങ്കിൽ റീസെയിൽ വാല്യൂവിലൊക്കെ ഒരു ഡിപ്പ് വരും. ബട്ട് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി റീസെയിൽ വാല്യൂ ബെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഓട്ടവും ചിലവുകൾ കാര്യങ്ങളൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഒരു ഓട്ടമുള്ളൂ. നിങ്ങൾക്ക് ലോങ് പോകുന്ന ആളുകളാണ്, നിങ്ങൾ ഒരുപാട് ലോങ് ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബെറ്റർ ടു സ്റ്റിക്ക് വിത്ത് ഹൈബ്രിഡ്സ് ഓർ ICs. അതാകുമ്പോൾ നിങ്ങൾക്ക് റിലയബിളായിട്ട് എവിടെ വേണമെങ്കിലും ഒരുവിധം പോയിട്ട് വരാം. ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് തരാനൊക്കെ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. വർക്ക്ഷോപ്പും മെക്കാനിക്കും പാർട്സൊക്കെ റെഡിലി അവൈലബിൾ ആയിരിക്കും. EV ആകുമ്പോഴത്തേക്കും നമുക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡയഗ്നോസ് ചെയ്യാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാൻ RSA വിളിക്കണം. ചിലപ്പോൾ അത് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ ടൈം എടുക്കും. പിന്നെ പാർട്സ് വരാൻ ടൈം എടുക്കും. ചില ബ്രാൻഡുകളുടെ പാർട്സ് ചൈനയിൽ നിന്നൊക്കെ ആയിരിക്കും വരാം, ചിലപ്പോൾ മാസങ്ങളെടുക്കും. അതുവരെ വണ്ടി സർവീസ് സെൻറ്ററിൽ കിടക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയാണ്. റിസ്ക് എടുക്കുന്നവർക്കാണ് എപ്പോഴും റിസൾട്ട് കിട്ടുക എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ഒരു വണ്ടിയുടെ കേസിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞ EVയുടെ ഡിസഡ്വാൻറ്റേജസ് മനസ്സിലാക്കിയിട്ട് ആ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഗോ വിത്ത് EVs അല്ലെങ്കിൽ സ്റ്റിക്ക് വിത്ത് ICs ഓർ ഹൈബ്രിഡ്സ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കേസിൽ ഞാൻ പറയാം, ഞാൻ അത്ര ഒരുപാട് യാത്ര ചെയ്യുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അത്യാവശ്യം ഈ ഒരു EV യൂസ് ചെയ്തൊരു ഫ്രീഡം കിട്ടിയത് കാരണം മുമ്പത്തേക്കാലമൊക്കെ ഒരുപാട് ഓട്ടം ഉണ്ട്. ഒരുപാടടുത്ത് എനിക്ക് ഫ്രീ ആയിട്ട് ഓടിയെത്താൻ പറ്റുന്നുണ്ട്. ബട്ട് എനിക്കറിയാം ഇതിലെന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. മേ ബി ഞാനും ഫേസ് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ബഗ്ഗുകൾ കാര്യങ്ങളൊക്കെ. അതൊന്നും ഞാൻ വലിയ കാര്യമാക്കാറില്ല, കാരണം വണ്ടി പക്കയായിട്ട് ഇതുവരെ ഓടുന്നുണ്ട്. അതേ അനുഭവമല്ല എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം വിൻസെൻ്റ് ഗ്രൂപ്പിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്ക് വണ്ടി എടുത്തത് ഒരു തെറ്റായി തോന്നുന്നു, കാരണം DC ഫാസ്റ്റ് ചാർജിങ് റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ. ഇതൊന്നും ആലോചിക്കാതെ ചാടി കണ്ട് എൻ്റെ വീട് സോളാറാണ്, എനിക്ക് വലിയ യാത്രാ ചിലവില്ല, ഞാൻ EV എടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചാടി കയറി EV എടുത്തിട്ട് പിന്നീട് പശ്ചാത്തപിക്കേണ്ട സിറ്റുവേഷൻ വരരുത്. ഈ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ലെങ്തിയാണ്, മേ ബി പറഞ്ഞത് തന്നെ വീണ്ടും റെപ്പറ്റേറ്റീവായി പറഞ്ഞിട്ടുണ്ടാവും, അതിന് എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.